പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള വനം വകുപ്പ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം കിഫ്ബി പ്രോജക്റ്റിന്റെ സാനിറ്റേഷൻ സ്റ്റാഫ് തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തെപ്പറ്റി കേരളം വനം വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിനടുത്തുള്ള കാപ്പുകാട് വനമേഖലയിൽ 2007 മുതൽ പ്രവർത്തിച്ചു വരുന്ന ആന പുനരധിവാസ കേന്ദ്രം അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുന്ന പദ്ധതി പൂർത്തിയായിട്ടുണ്ട്. 176 ഹെക്ടർ വനപ്രദേശത്ത് 105 കോടി രൂപ ചെലവിൽ കിഫ്ബി ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. കൂട്ടം തെറ്റി ജനവാസ മേഖലയോടടുത്ത വനമേഖലയിൽ അകപ്പെട്ടു പോകുന്ന കുട്ടിയാനകൾ വനം വകുപ്പിന്റെ ആന ക്യാമ്പുകളിലെ പ്രായം ചെന്ന ആനകൾ, സ്ഥിരമായി നാട്ടിലിറങ്ങുന്നത് മൂലം മയക്കുവെടി വെച്ച് പിടിക്കുന്ന ആനകൾ, നിയമലംഘനത്തിന് പിടിച്ചെടുക്കുന്ന നാട്ടാനകൾ എന്നിവയ്ക്കുള്ള ഈ പരിപാലന കേന്ദ്രം 50 ആനകളെ വരെ പാർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉൾപ്പെടുത്തിയാണ് നവീകരിച്ചിട്ടുള്ളത്. ആനകളെ അവയുടെ സ്വഭാവ ആവാസ വ്യവസ്ഥയിൽ ചങ്ങലയില്ലാതെ പാർപ്പിക്കുകയാണ് ഈ കേന്ദ്രത്തിൽ ലക്ഷ്യമിടുന്നത്. ചെറിയ കുട്ടിയാനകളെ പരിചരിക്കുവാനുള്ള നഴ്സറി, കുട്ടിയാനകളെയും ഇടപ്രായക്കാരായ ആനകളെയും കൂട്ടമായി പാർപ്പിക്കാനുള്ള സൗകര്യം, മുതിർന്ന ആനകളെ ഒറ്റയ്ക്കും കൂട്ടമായും പാർപ്പിക്കാനുള്ള സ്ഥലങ്ങൾ, കാട്ടിൽ നിന്നും പിടിക്കുന്ന ആനകളെ പാർപ്പിക്കാനുള്ള ക്രാളുകൾ, മസ്തിലുള്ള ആനകളെ പാർപ്പിക്കാനുള്ള കൊട്ടിലുകൾ, ആധുനിക സൗകര്യങ്ങളുള്ള വെറ്റിനറി ആശുപത്രി, ആനകൾക്കുള്ള അടുക്കളയും ഊട്ടുസ്ഥലവും, നീരാടാനുള്ള കുളങ്ങൾ എന്നിവ ഈ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാപ്പാന്മാർ, വെറ്റിനറി ഓഫീസർമാർ, വിദ്യാർത്ഥികൾ, വനം ഉദ്യോഗസ്ഥർ എന്നിവർക്കുള്ള പരിശീലന കേന്ദ്രവും ഹോസ്റ്റലുകളും, സന്ദർശകർക്കായി പാർക്കിംഗ് സൗകര്യം, റോഡുകൾ, കഫ്റ്റീരിയ, ശൗചാലയം, പാർക്കുകൾ, മ്യൂസിയം എന്നിവയും ഈ കേന്ദ്രത്തിന്റെ ഭാഗമായി നിലവിൽ വരുന്നു. ഓഫീസ് ബ്ലോക്ക്, ക്വാർട്ടേഴ്സ്, ജലവൈദ്യുതി വിതരണ ശൃംഖല എന്നിവയും പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. 2004 ഒക്ടോബർ മാസം 11 കേന്ദ്രം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാനിറ്റേഷൻ സ്റ്റാഫ് തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നതിനാണ് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തുന്നത്. ജോലിയുടെ സ്വഭാവവും ഉത്തരവാദിത്തങ്ങളും: പാർക്കിലെ വിവിധ കെട്ടിടങ്ങൾ, അവയിലെ ടോയ്ലറ്റുകൾ, മുറ്റവും പരിസരവും, പാർക്കിംഗ് ഏരിയ, റിസപ്ഷൻ കേന്ദ്രം, മൃഗങ്ങളെ പാർപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ഗാർഡനുകൾ, സന്ദർശക പാതകൾ, റോഡുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഓരോ ഏരിയയുടെയും സ്വഭാവം അനുസരിച്ചുള്ള ശുചീകരണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഇതിന്റെ ഭാഗമായി ശേഖരിക്കുന്ന ചപ്പുചവറുകൾ, മാലിന്യ നിക്ഷേപ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കൾ എന്നിവ ഇതിനായി തയ്യാറാക്കിയിട്ടുള്ള സംസ്കരണ സ്ഥലത്ത് എത്തിക്കുക. കൂടെ വൃത്തിയാക്കൽ ആവശ്യമായി വരുന്ന ഗ്ലാസ്, പോളികാർബണേറ്റ് ഷീറ്റ്, മേൽക്കൂരകൾ, ജനൽ, കതകുകൾ എന്നിവ വൃത്തിയാക്കുക. ഓഫീസ് പരിസരത്തുള്ള ചെടികൾ സംരക്ഷിക്കുക. ഹോസ്പിറ്റൽ സമുച്ചയം, വിവിധ കിച്ചണുകൾ, ക്വാറന്റൈൻ കേന്ദ്രം എന്നിവ ശുചിയാക്കുക തുടങ്ങി മേലധികാരികൾ ആവശ്യപ്പെടുന്ന അനുബന്ധ ജോലികൾ ചെയ്യണം. ഇനി യോഗ്യതകള്: വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല. മറ്റ് യോഗ്യതകൾ: കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി വർക്കർ, ഫുൾ ടൈം ഓർ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികകളിലെ ജോലി പരിചയം, അഭികാമ്യം. പ്രായം: അപേക്ഷകർ 2025 ജൂൺ 1 45 വയസ്സ് കഴിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല. ഒഴിവുകൾ 5 എണ്ണം. വേതനവും നിയമന കാലാവധിയും: കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 18,390 രൂപയായിരിക്കും. ജോലി സമയം രാവിലെ 8 മുതൽ വൈകുന്നേരം 3 മണി വരെ. അടിയന്തര ഘട്ടത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ശമ്പളം 18,390 രൂപ വരെയാണ്. രാവിലെ 8 മണി മുതൽ 3 മണി വരെയാണ്.
തെരഞ്ഞെടുപ്പ് രീതി. അപേക്ഷകരിൽ പ്രാഥമികമായി എല്ലാ യോഗ്യതകളും ഉള്ളവരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. ഇവരിൽ നിന്നും അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കി പ്രസിദ്ധപ്പെടുത്തും. ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തും. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം. ഓരോ തസ്തികകൾക്കുമുള്ള അപേക്ഷാ ഫോറം ഈ പരസ്യത്തിന്റെ അനുബന്ധമായി കേരള വനം വകുപ്പിന്റെ www.forest.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരം പത്രം മാധ്യമത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന അപേക്ഷ പൂരിപ്പിച്ച് ഫോട്ടോ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കവറിലിട്ട് താഴെ പറയുന്ന അഡ്രസ്സിൽ അയക്കണം. അപേക്ഷകൾ നേരിട്ടും errckoor@gmail.com എന്ന ഇമെയിലും സ്വീകരിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റുകളുടെ അസൽ അഭിമുഖ സമയത്ത് ഹാജരാക്കണം. അഡ്രസ്സ്: കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്, ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, വഴുതക്കാട് PO, തിരുവനന്തപുരം 695014, കേരളം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 15/4/2025 വൈകുന്നേരം 5 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന 2 നമ്പറുകളുണ്ട്, അതുമായി ബന്ധപ്പെടുക. ഇനി ഇതാണ് അപേക്ഷാ ഫോം. ഈ അപേക്ഷാ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പൂരിപ്പിച്ചിട്ട് വേണം നേരിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ മെയിൽ അയക്കാനോ അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയക്കാനോ. കേരള വനം വകുപ്പ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം ഗിഫ്ബി പ്രോജക്റ്റ് സാനിറ്റേഷൻ ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷാ ഫോം. അടുത്ത കാലത്തെടുത്ത കളർ ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക. അപേക്ഷേൻ്റെ പേര്, അഡ്രസ്സ്, സ്ഥിരമായി താമസിക്കുന്ന ജില്ല, സ്ഥിരമായി താമസിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഉണ്ടെങ്കിൽ ജനനത്തീയതിയും 1/1/25 പ്രായവും. ഏത് ലിംഗത്തിൽപ്പെടുന്നു, പുരുഷൻ, സ്ത്രീ, മറ്റു വിഭാഗം, നിലവിലെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിക്കുന്ന രേഖ, പഠിച്ച വിദ്യാലയത്തിൻ്റെ പേരും അഡ്രസ്സും. ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു, പട്ടികജാതി ഓർ പട്ടികവർഗം അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക വിഭാഗം അല്ലെങ്കിൽ പൊതുവിഭാഗം. ഇപ്പോൾ ചെയ്യുന്ന ജോലി, സാനിറ്റേഷൻ ജോലി ഇഷ്ടപ്പെടുവാൻ കാരണം 50 വാക്കുകളിൽ എഴുതണം. നോട്ട് കൊടുത്താണത് ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, ജോലി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തണം. ഈ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകൾ എൻ്റെ അറിവിലും ബോധ്യത്തിലും ശരിയാണെന്നും ഈ നിയമനത്തിന് അപേക്ഷിക്കുവാനുള്ള യോഗ്യത എനിക്കുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് അപേക്ഷൻ്റെ ഒപ്പ്, തീയതി ഇത്രയും പൂരിപ്പിച്ചിട്ട് വേണം ഒന്നില്ലെങ്കിൽ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുവാനായിട്ട്. 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, ഏപ്രിൽ 15-ാം തീയതിയാണ്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരും ഈ ജോലിയോട് താല്പര്യമുള്ളവരും വേഗം തന്നെ അപേക്ഷിക്കുക. മറ്റൊരു തൊഴിൽ വാർത്തയുമായി വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.